പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച് എന്നാരോപിച്ച് റാപ്പർ വേടനെതിരെ പരാതി നൽകി ബി.ജെ.പി. പാലക്കാട് നഗരസഭാ കൗൺസിലർ മിനി കൃഷ്ണകുമാറാണ് വേടനെതിരെ എൻ.ഐ.എക്ക് പരാതി നൽകിയത്. നരേന്ദ്രമോദി കപട ദേശീയവാദിയാണ് എന്ന തരത്തിൽ വേടൻ പാട്ടുപാടി എന്നും ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നുമാണ് മിനി തന്റെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. 5 വർഷം മുൻപ് വേടൻ പാടിയ പാട്ടിനെ കുറിച്ചാണ് ഇപ്പോൾ പരാതിയുമായി ബി.ജെ.പി. രംഗത്ത് വന്നിരിക്കുന്നത്. തെറ്റായ സന്ദേശമാണ് വേടൻ ഈ പാട്ടിലൂടെ സമൂഹത്തിനും പുതിയ തലമുറയ്ക്കും നൽകിയത് എന്നും ഇത് രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുമെന്നുമാണ് മിനി കൃഷ്ണകുമാർ പറയുന്നത്. പാട്ട് പഴയതാണെങ്കിലും ഇപ്പോഴാണ് അത് സോഷ്യൽ മീഡിയയിൽ വൈറലായത് എന്നും മിനി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നു വേടൻ ഈ പാട്ടു പാടിയതെങ്കിൽ അയാൾ ഇന്ന് ജയിലിലാകുമായിരുന്നു. ഹിന്ദു സമൂഹത്തിലെ ജാതീയതയെ വളരെ മോശമായി ചിത്രീകരിച്ച് തമ്മിലടിപ്പിക്കുകയാണ് ഈ പാട്ടിലൂടെ വേടൻ ചെയ്യുന്നത്. അദ്ദേഹം നല്ലൊരു കലാകാരനായിരുന്നുവെങ്കിൽ ഇത് ചെയ്യില്ലായിരുന്നു. അതുകൊണ്ടാണ് വേടനെതിരെ എൻ.ഐ.എക്ക് പരാതി നൽകിയത് എന്നും അവർ ചൂണ്ടിക്കാട്ടി. വേടനെ വേട്ടയാടേണ്ട ഒരു കാര്യവും RSSനോ ബി.ജെ.പിക്കോ ഹിന്ദു സമൂഹത്തിനോ ഇല്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. അതേസമയം ഇതാദ്യമായല്ല സംഘപരിവാർ വേടനെതിരെ രംഗത്തെത്തുന്നത്. നേരത്തെ RSS മുഖപത്രമായ കേസരി വാരികയുടെ മുഖ്യ പത്രാധിപർ N.R. മധു വേടനെതിരെ വിദ്വേഷകരമായ പരാമർശം നടത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നവയാണ് എന്നും വളർന്നു വരുന്ന തലമുറയിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമാണ് വേടൻ നടത്തുന്നതെന്നുമാണ് മധു പറഞ്ഞിരുന്നത്. വേടന്റെ പിന്നിൽ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കാണുന്നവരാണ് എന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. ഹിന്ദു ഐക്യവേദി നേതാവ് ശശികലയും കഴിഞ്ഞ ദിവസം വേടനെതിരെ രംഗത്തെത്തി. വേടനെ കഞ്ചാവോളി എന്നാണ് ശശികല വിശേഷിപ്പിച്ചത്. ജാതി അധിക്ഷേപവും അവർ പ്രസംഗത്തിൽ നടത്തുകയുണ്ടായി. റാപ്പ് സംഗീതത്തിന് പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി കുലബന്ധമില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി. വേടന്മാരുടെ തുണിയില്ലാ ചട്ടങ്ങൾക്ക് മുൻപിൽ സമാജം അപമാനിക്കപ്പെടുന്നുവെന്നും കഞ്ചാവോളികൾ പറയുന്നത് കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണമെന്നും അവർ പ്രസംഗത്തിലൂടെ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും KP ശശികല വിമർശനം ഉന്നയിച്ചിരുന്നു. കഞ്ചാവ് കയ്യിൽ വെച്ചവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു ഭരണാധികാരി നിൽക്കുന്നതൊരു സൂചനയാണെന്നാണ് ശശികല പറഞ്ഞത്. അതേസമയം ശശികലയുടെ അധിക്ഷേപ പരാമർശത്തിൽ DYFI പാലക്കാട് ജില്ലാ കമ്മിറ്റി പോലീസിൽ പരാതി നൽകി. വേടനെ ജാതീയമായി അധിക്ഷേപിക്കുകയും അതിലൂടെ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചെന്നുമാണ് പരാതിയിൽ പറയുന്നത്. ശശികലയുടെ പ്രസംഗം പൊതുവിടങ്ങളിൽ വലിയ വിവാദത്തിന് വഴിയൊരുക്കിയതിനു പിന്നാലെയാണ് DYFI പരാതി നൽകിയത്. അതേസമയം ക്ഷേത്രങ്ങളിലെ പരിപാടികളിലേക്ക് വേടനെ ക്ഷണിക്കുന്നതിനെതിരെയും സംഘപരിവാർ രംഗത്തെത്തിയിരുന്നു. എന്നാൽ സംഘപരിവാർ വിമർശനങ്ങളെയും അധിക്ഷേപങ്ങളെയും തള്ളിക്കളയുന്ന നിലപാടാണ് വേടൻ സ്വീകരിച്ചത്. താൻ മുൻപും ഇത്തരം പരാമർശങ്ങൾ കേട്ടിട്ടുണ്ട് എന്നും അതൊന്നും കാര്യമാക്കുന്നില്ല എന്നുമായിരുന്നു വേടൻ പറഞ്ഞത്. സർവ്വ ജീവികൾക്കും സമത്വം വിചാരിക്കുന്ന അംബേദ്കർ പൊളിറ്റിക്സിലാണ് താൻ വിശ്വസിക്കുന്നതെന്നും ജാതി ഭീകരത പരാമർശമൊക്കെ കോമഡിയല്ലേ എന്നുമാണ് അദ്ദേഹം ചോദിച്ചത്. അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് എനിക്കറിയില്ല. നമ്മളുടെ വാക്കും പ്രവൃത്തിയും എവിടെയോ ആളുകൾക്ക് കിട്ടുന്നുണ്ട് എന്നതുകൊണ്ടാകും. ഞാൻ നല്ല രീതിയിലാണ് ഇത്തരം വിമർശനങ്ങളെ കാണുന്നത്. ഇനിയും അമ്പലങ്ങളുടെ ഷോ കിട്ടും, ഇനിയും പോയി പാടുകയും ചെയ്യും. വിവാദങ്ങൾ തന്റെ കരിയറിനെ ബാധിച്ചിട്ടുണ്ട് എന്നും വേടൻ പറഞ്ഞിരുന്നു. ഹിരൺദാസ് മുരളി എന്ന വേടൻ തൃശൂരിലാണ് ജനിച്ചത്. അമ്മ ശ്രീലങ്കയിലെ ജാഫ്ന സ്വദേശിയാണ്. 2020 ജൂണിൽ വോയിസ് ഓഫ് ദി വോയിസ്ലെസ് എന്ന തന്റെ ആദ്യ മ്യൂസിക് വീഡിയോ യൂട്യൂബിൽ പുറത്തിറങ്ങിയതോടെയാണ് വേടൻ ശ്രദ്ധിക്കപ്പെടുന്നത്. അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന തന്റെ രണ്ടാമത്തെ മ്യൂസിക് വീഡിയോയും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു.